friends, welcome back to AlanAjax Creationz. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബിരിയാണിയാണ്. അതിനുവേണ്ടി ഇവിടെ 7 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ തോട് പൊളിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. മല്ലിയില, ഒരു പിടി മല്ലിയില. ഇതിപ്പോൾ ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്ന വീട്ടിലുണ്ടാവുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈര്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ അരയ്ക്കണം. ആദ്യം നമുക്ക് തൈര് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ പച്ചമുളകും വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മൾ അരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചി, പിന്നെ നമ്മുടെ മല്ലിയില, ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, ഈ മസാലയിലേക്ക് കണക്കാക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് കുറച്ച് സവാളയും ഒരു 3-4 കാഷ്നട്ടും, കാഷ്നട്ട് ഇവിടെ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അധികം ഇടണില്ല, അതും കൂടിയിട്ട് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ നെയ്യും കൂടി ആഡ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ആദ്യം ചൂടായി കഴിയുമ്പോൾ കാഷ്നട്ട് ഇടാം. കാഷ്നട്ട് വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് സവാള വറുത്ത് കോരിയെടുക്കാം. സവാള വറുക്കുമ്പോൾ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് വരും, നല്ല കളറും ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ കിസ്മിസ് മുന്തിരി ഇല്ല, അത് കാരണം മുന്തിരി ഇടണില്ല. ഇത് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ഇവിടെ വലിയ ഇഷ്ടമൊന്നുമില്ല അത് ഇടണത്. കാഷ്നട്ട് ഇട്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. അത് കോരിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് മൊരിഞ്ഞ് വരുന്നുണ്ട്. നമ്മളൊരു ചെറിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ എടുക്കേണ്ടവർക്ക് കൂടുതൽ എടുക്കാതൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് എടുത്തിട്ടുള്ളൂ. ഈ സമയത്ത് നമുക്കിപ്പോൾ ഒരുമാതിരി വഴന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ, അധികമൊന്നുമില്ല, കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് നല്ല ക്രിസ്പി ആയി വരും. ഇപ്പോൾ ഇതാ നല്ല ക്രിസ്പിയായി നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കോരിയെടുക്കുകയാണ്. ഇത്രയും മൊരിഞ്ഞാൽ മതി. ഇരുന്ന് കുറച്ചൊന്ന് മൊരിഞ്ഞ് വരും. പിന്നെ നമ്മൾ ഇതിനുള്ള മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വീണ്ടും ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരിയ സവാള വറുത്ത് കോരിയതിൻ്റെ ഓയിൽ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഇത് രണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഓരോ ടീസ്പൂൺ വീതമാണ്. അത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെക്കണം. പൊടികൾ ഇടുമ്പോൾ തീ കുറച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു പച്ചക്കുത്തുണ്ടാവില്ല പൊടികൾക്ക്, അത് മാറുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, ആ മുട്ട ഇട്ട് കൊടുക്കുക. അതുമ്പോൾ ഒരു വര ഇട്ട് കൊടുക്കണമെങ്കിൽ വര ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ഫ്രൈ ആവണ മാതിരി വഴറ്റിയെടുക്കുക. ഇതാ മുട്ട ഒന്ന് ഒരുമാതിരി ആയിട്ടുണ്ട്. അത് ഫ്രൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രൈ ആവാനല്ല, ഇത് നമ്മൾ പുഴുങ്ങിയ മുട്ടയാണല്ലോ. അപ്പോൾ ഇതുമ്മേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. തീ അധികമായിട്ട് ചെയ്യരുത് ഇത് ചെയ്യണത്. ഇത് ഭയങ്കര ഏറ്റവും സിമ്മിലിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പൊടികൾ ഇട്ടതുകൊണ്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടതുകൊണ്ട് അത് കരിഞ്ഞു പോകും. നമ്മളെല്ലാ മുട്ടയും കോരിയെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ മുട്ടയിലേക്ക് ഞാൻ കുറച്ച് ചെറുതാക്കി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നും കൂടി സെൻറ്റർ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തതുണ്ട്.
പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇത് ഈ 2 സവോളയാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ അവിടെ സവോള വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ വേറെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ബിരിയാണി റൈസ് വേവിക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1 സ്പൂൺ നെയ്യ് ഇടാണ്. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ഗ്രാമ്പു, 2 ഏലക്ക, 4 പീസ് ചെറിയ പീസ് പട്ട, ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടുകയാണ്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇത് 2 വിധത്തിൽ ചെയ്യാം. ഒന്നുകിൽ റൈസ് നമുക്ക് തനിയെ വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ട് പിന്നീട് ദമ്മിട്ടെടുക്കാം. അല്ലെങ്കിൽ റൈസ് കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട്, ഇപ്പം ഞാൻ 4 ഗ്ലാസ് റൈസ് എടുക്കുമ്പോൾ 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കാറുള്ളത്. അത് ഓരോരുത്തരുടെ റൈസിനനുസരിച്ചും ഓരോരുത്തർ കുക്ക് ചെയ്യുന്ന മെത്തേഡിനനുസരിച്ചും വ്യത്യാസം വരും. ഞാനിവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള പാത്രത്തിൽ തന്നെയാണ്, കുക്കറിലൊന്നല്ല ചെയ്യുന്നത്. പിന്നെ ഞാൻ എടുക്കുന്ന അരി ജീരകശാലയുടെ അരിയാണ്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് 4 ഗ്ലാസ് റൈസിന് 6 ഗ്ലാസ് വെള്ളം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ കറക്റ്റായി വെന്ത് കിട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇനി ഞാൻ ഇതിലേക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. 6 ഗ്ലാസ് വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. ആ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതൊഴിച്ചതിന് ശേഷം ഈ വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് അരി ഇടണത്. ഇല്ലെങ്കിൽ നമ്മൾ അരിയും കൂടി ഒരുമിച്ച് ഇടുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം, ചൂടുള്ള വെള്ളം ഒഴിക്കണം. ഇപ്പം ഞാനിവിടെ സാധാരണ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് അരി ഇടണത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ബിരിയാണി റൈസിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് മൂടി വെച്ച് തിളപ്പിക്കാം. അതിന് ശേഷം നമുക്ക് തിളച്ചതിന് ശേഷമാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് പൊടികൾ ഇട്ടിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. അത് കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂട്ടിയിടാം. ഇവിടെ കുറവായതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ടോണം. 1.5 ടീസ്പൂണോ 2 ടീസ്പൂണോ ഇടാം, കുഴപ്പമില്ല. ഇനി മസാല പൊടികളെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് മസാലയുടെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരുന്ന ഒരു മസാല ഉണ്ടായിരുന്നു, മല്ലിയിലെല്ലാം ചേർത്തിട്ട്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഈ കൂട്ടിലേക്ക്, മസാലക്കൂട്ടിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നതും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഈ മസാലക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതാ അരച്ചു വെച്ച മസാല ഒഴിച്ച് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം മസാല ഇതാക്കി വെച്ച മുട്ടയുണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ച മസാലയിലിട്ട് പൊടികളിലിട്ടിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചതെല്ലാം നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. മസാല നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് റൈസിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ബിരിയാണിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, തിളച്ചിട്ടുണ്ട്. അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ റൈസ് അതിലേക്ക് ഇടാൻ പോവാണ്. റൈസ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിട്ടിട്ട് മൂടി വെച്ച് 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റൈസ് റെഡിയാവും. പെട്ടെന്ന് വേവും ഈ റൈസ്, അധികം സമയം എടുക്കില്ല. അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിയുമ്പോൾ റെഡി ആവുമ്പോൾ നമുക്ക് പിന്നെ എഗ്ഗിൻ്റെ മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഈ റൈസ് ആകുമ്പോൾ അധികം അങ്ങനെ നമ്മൾ കയ്യിലോണ്ട് ഇളക്കുമ്പോൾ കുഴഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല. മറ്റേ ബസ്മതി റൈസ് ആണെങ്കിൽ നമ്മൾ ഇളക്കുമ്പോൾ സൂക്ഷിച്ച് ഇളക്കണം. ഇനി ഞാനിപ്പോൾ ദമ്മിടാൻ പോവാണ്.
അതിന് വേണ്ടിയിട്ട് ഇതിന്ന് ഞാനിപ്പോൾ ഇതേ പാത്രത്തിൽ തന്നെയാണ് ചെയ്യണത്. അത് കാരണം കുറച്ച് റൈസ് ഇതിന്ന് മാറ്റാണ്. ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഏറ്റവും സിമ്പിളാണ് തീ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേലേക്ക് ഈ പാത്രം കയറ്റി വയ്ക്കാൻ ഞാൻ കുറച്ച് റൈസ് ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് എഗ്ഗിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ആ മസാലയും ഓരോ മുട്ടയും കൂടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പുള്ളതും പിന്നെ കുറച്ച് സവാളയുടെയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയുണ്ട്. മല്ലിയിലൊക്കെ ഇഷ്ടംപോലെ ആവശ്യത്തിന് ഇടാം. ഇവിടെ വേറെ ഇല്ല, പൊട്ടിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ, അത് കാരണമാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ച റൈസ് വീണ്ടും ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്കി റൈസ് ഇട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് വീണ്ടും എഗ്ഗ് എടുത്ത് വെക്കാം. മസാല അധികം ഇടണില്ല. ഇനി ഇവർക്ക് എരിവെങ്ങാനും കൂടി പോകണ്ടെന്ന് വിചാരിച്ച് മസാല ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. എഗ്ഗ് മാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും വെച്ച് കൊടുക്കാം. സവോളയുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലൊക്കെ കുറച്ചുള്ളൂ. ലോക്ക്ഡൗൺ ആയ കാരണം വാങ്ങാൻ പോകാൻ പറ്റാത്ത കാരണം പിന്നെ വാങ്ങിയിട്ടില്ല അതൊന്നും. അപ്പോൾ വീട്ടിലുള്ളത് വെച്ചാണ്, വീട്ടിലുണ്ടായ ഇലയാണ്, അത് വെച്ചാണ് ഉണ്ടാക്കണത്. ഇതിൻ്റെ മേലെ അധികമൊന്നും വേണ്ട, കുറച്ച് നെയ്യ് ജസ്റ്റ് അവിടെ ഇവിടെ ഒന്ന് തൂവി കൊടുക്കാം. ഒരു ടീസ്പൂണ് അത്രയേ ഉള്ളൂ. അത് പലയിടത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് റെഡിയാവും. ഇപ്പം നമ്മൾ ബിരിയാണി ദമ്മിടാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതാ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല മസാലയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റർ ബ്രൗന് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അത് ടേസ്റ്റർ ബ്രോ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സൂപ്പറായിട്ട് അടിപൊളി എഗ് ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.